കല്ലുവിൻ്റെ സ്വന്തം പി.കെ. ഭാഗം 6. അലക്സ് മാനുവൽ. കൊള്ളാം, നല്ല പേര്. അവൻ ആ ഫോട്ടോയിലെ രൂപത്തെ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് കോളേജിനുള്ളിലെ വലിയ ഗ്രൗണ്ടിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കി. പലരും പലയിടങ്ങളിലായി ചിതറി നിൽക്കുന്നതിനിടയിൽ കുറച്ചുപേർ മാത്രം ഒരു ഗ്രൂപ്പായി ഒരല്പം മാറി നിന്നുകൊണ്ട് പെൺകുട്ടികളെ കളിയാക്കിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ച അവൻ്റെ കണ്ണുകളിൽ ചെന്നുടക്കി നിന്നു. കുറച്ചു ദൂരെയാണെങ്കിലും ആ കൂട്ടത്തിലെ ഒരു മുഖം അവനെ പെട്ടെന്ന് അവിടേക്ക് നടക്കാനായി പ്രേരിപ്പിച്ചു. കണ്ണാ, ദേ ആ നിൽക്കുന്നത് അവനല്ലേ നമ്മുടെ നാട്ടിലെ ജെയിംസ് അച്ചായൻ്റെ മകളെ ശല്യം ചെയ്യുന്നവൻ? ബാബു അവൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഫോട്ടോയെയും ആ മുഖത്തെയും ചേർത്ത് നിർത്തി കണ്ണനൊന്ന് വീക്ഷിച്ചു. അവൻ ആ മീശ ഒന്നുകൂടി പിരിച്ചു നിർത്തി. ഫോട്ടോ സതീശിന് തന്നെ തിരിച്ചു നൽകി. കൂട്ടുകാരുമൊത്ത് ചിരിച്ചുല്ലസിച്ചും വിളിച്ചുകൂവി കളിയാക്കിയും നിർത്തിയിട്ടിരിക്കുന്ന ആ ബൈക്കുകളിൽ സ്ഥാനമുറപ്പിച്ചിരിക്കുന്ന അവന്മാരിലേക്ക് കണ്ണൻ്റെ ദൃഷ്ടികൾ പതിഞ്ഞു നിന്നു. അവൻ 2 കൈകളും കൊണ്ട് ആ മുണ്ടൊന്ന് വലിഞ്ഞു മടക്കി കുത്തി. നാടിഞ്ഞരമ്പ് വലിഞ്ഞു മുറുകി, പേശികളൊക്കെ ഉരുണ്ടു കയറി. ചങ്കിനകത്ത് താളമടിച്ച് തകിട മേളവും അടിച്ചു. അവൻ രണ്ടും കൽപ്പിച്ച് അവനെ നോക്കി മുഷ്ടി ചുരുട്ടി നിന്നു. സ്വന്തം നാട്ടിലെ പെൺകുട്ടിയെ പഠിക്കാൻ സമ്മതിക്കാതെ ശല്യം ചെയ്യുന്നവനെ ശരിക്കൊന്ന് കണ്ടേക്കാമെന്ന തീരുമാനത്തോടെ അവനും കൂട്ടുകാരും അലക്സ് മാനുവലിനെ ലക്ഷ്യമാക്കി അവിടേക്ക് നടന്നു തുടങ്ങി. താടിയും മുടിയും നീട്ടി വളർത്തിക്കൊണ്ടൊരു വെളുത്ത രൂപം. കാണാൻ ഇത്തിരി ചന്തമുള്ളത് കൊണ്ടാവാം പെൺപിള്ളേരെ വളയ്ക്കാനായി അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. വായിൽ ചൂയിങ്കം ചവച്ചരച്ചുകൊണ്ട് ഫ്രണ്ട്സിനോട് തമാശ പറയുന്നതിനിടയിലേക്കാണ് കണ്ണൻ്റെ രംഗപ്രവേശം നടന്നത്. വലത് കൈയൊന്ന് മുഷ്ടി ചുരുട്ടി ഉയർത്തിയ ശേഷം ആ കയ്യിൽ ധരിച്ചിരുന്ന സിൽവർ കോട്ടിങ്ങോട് കൂടിയ വളയൊന്നൽപ്പം ഇടത് കൈകൊണ്ടവൻ താഴേക്ക് നീക്കിക്കൊണ്ട് ചോദിച്ചു. അലക്സ് മാനുവൽ അല്ലേ? ഒട്ടും പരിചയമില്ലാത്ത ആ മുഖം തൻ്റെ പേരെടുത്ത് വിളിച്ചത് തീരെ ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവനൊന്ന് തിരിഞ്ഞു നോക്കി. വായിൽ കിടന്ന ചുയിങ്കം തൊട്ടപ്പുറത്തേക്ക് നീട്ടിത്തുപ്പിക്കൊണ്ടവൻ ബൈക്കിൽ നിന്നും ചാടിയിറങ്ങി. ഒരൽപ്പം ഗർവോടെ അവൻ തിരിച്ചു ചോദിച്ചു. ആണെങ്കിൽ താനാരാ ഈ കോളേജ് ക്യാമ്പസിൽ എന്നെ തിരക്കി വരാൻ? ഇവിടൊന്നും മുൻപ് കണ്ടിട്ടേ ഇല്ലല്ലോ ഈ മുഖങ്ങളെ. എന്താ വല്ല ബക്കറ്റ് പിരിവിനും വന്നതാണോ ചേട്ടന്മാര്? എങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നേരെ ഇവിടുത്തെ പ്രിൻസിയെ ചെന്ന് കണ്ടാൽ മതി. അവിടുന്ന് കിട്ടിക്കോളും കൈ നിറച്ചും സംഭാവന. അലക്സിന്റെ ആ മറുപടി കേട്ടപ്പോൾ അവൻ്റെ ഒപ്പം നിന്നവരൊക്കെ കണ്ണനെയും കൂട്ടുകാരെയും കളിയാക്കിക്കൊണ്ട് ഉറക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അവരുടെ കളിയാക്കിക്കൊണ്ടുള്ള ചിരി തീരെ സഹിക്കാൻ പറ്റാതെ കണ്ണൻ കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞതും ആ മുഖത്തേക്കൊന്ന് ആഞ്ഞടിച്ചതും ഒരുമിച്ചായിരുന്നു. അതേടാ, ഞങ്ങൾ പിരിവ് വാങ്ങാൻ വന്നവരല്ല, കൊടുക്കാൻ വന്നവരാ. നീയാണല്ലേ ഞങ്ങളുടെ നാട്ടിലെ പെങ്കൊച്ചിനെ ശല്യം ചെയ്യുന്നവൻ. ഇനി എങ്ങാനും അവളുടെ പിറകെ നടന്നാൽ മോനെ അലക്സേ, പിന്നെ നിന്റെ കാര്യം ഗോവിന്ദയാകും. അതുകൊണ്ട് നീ തൽക്കാലം ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടേക്കണം കേട്ടോടാ. ഇന്നാ പിടിച്ചോ. അവനെ പിടിച്ചുകൊണ്ട് കണ്ണൻ തലങ്ങും വിലങ്ങും 2-3 എണ്ണം കൊടുത്തു. അപ്രതീക്ഷിതമായ ആ അടി കണ്ടപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഒന്ന് പരിഭ്രമിച്ചു. അലക്സിനെ തല്ലുന്നവനിൽ നിന്നും വേർപെടുത്താനായി അവർ ആവുന്നതും ശ്രമിച്ചു. കണ്ണൻ്റെ പിടിയിൽ നിന്നും പെട്ടെന്ന് അവനെ അടർത്തിയെടുക്കാൻ അവർക്കൊന്നും ആയിരുന്നില്ല. അവർ ചുറ്റുമുള്ളവരെയൊക്കെ നിലവിളിച്ചുകൊണ്ട് കൂവാൻ തുടങ്ങി. അലക്സിനെ തല്ലുന്നതിനിടയിൽ അവൻ്റെ ഫോൺ തെറിച്ച് താഴേക്ക് വീണു. സുബ്രു അത് കണ്ടതും വേഗം ഓടിച്ചെന്നതെടുത്ത് പോക്കറ്റിലേക്കിട്ടു. അവൻ്റെ ഫോൺ കൈക്കലാക്കാൻ ജെയിംസ് അച്ചായൻ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടെന്ന കാര്യം അന്നേരം അവന് മാത്രമേ ഓർമ്മയിലുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവനെ ശരിക്കും ഒന്ന് കുടഞ്ഞിടാമെന്ന പ്രതീക്ഷയിൽ മാത്രമാണ് നിന്നിരുന്നത്. കണ്ണൻ്റെ തല്ലുകൾ തടുക്കാൻ കഴിയാതെ നിസ്സഹായനായി നിന്നുകൊണ്ട് 1-2 എണ്ണം അവന് വാങ്ങിച്ചു കൂട്ടേണ്ടി വന്നു. അപ്പോഴേക്കും ശബ്ദം കേട്ടുകൊണ്ട് കോളേജിൻ്റെ പല ഭാഗത്തു നിന്നും അവനെ സപ്പോർട്ട് ചെയ്യാനായി ഓരോരുത്തരും ഓടിക്കിതച്ച് പാഞ്ഞു വരാൻ തുടങ്ങി. കയ്യിൽ വടികളും ബാറ്റുകളുമായി പാഞ്ഞു വരുന്ന വിദ്യാർത്ഥി കൂട്ടങ്ങളെ കണ്ടപ്പോഴേക്കും ബാവിന് തെല്ലൊരു പേടി തോന്നി. അലക്സിന്റെ കോളർ പിടിച്ചുകൊണ്ട് തല്ലുന്ന കണ്ണനെ അവൻ പിടിച്ചു വലിക്കാൻ തുടങ്ങി. എടാ കണ്ണാ, ദേ നോക്കിയേ, ഇവന്റെ ചിങ്കിടികൾ കുറേയുണ്ടടാ. അവരെല്ലാവരും കൂടി നമ്മളെ പഞ്ഞിക്കിടുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് വേഗം ഓടിക്കളയാമടാ, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും കണ്ണനും സതീശനും തല്ലുന്നത് മതിയാക്കി പാഞ്ഞു വരുന്നവരെയൊന്ന് തിരിഞ്ഞെത്തി നോക്കി. ആ കടന്നൽക്കൂട്ടം ബാറ്റും വടിയും എടുത്ത് ഇളകി വരുന്നത് കണ്ടപ്പോൾ തന്നെ ഇനിയും അവിടെ നിൽക്കുന്നത് പന്തികേടല്ലെന്ന് അവർക്കും ബോധ്യമായി. അലക്സിന്റെ ശരീരത്തിൽ നിന്നും കണ്ണൻ കൈകൾ പിറകോട്ട് വലിച്ചു. സതീശ, ബാബു, സുബ്രു ഓടിക്കോടാ എന്ന് പറഞ്ഞുകൊണ്ടവർ ആ കോളേജിനുള്ളിലൂടെ പരക്കം പായാൻ തുടങ്ങി.
ഓടുന്നതിനിടയിൽ വന്ന വഴി ഏതെന്ന് പോലും മനസ്സിലാകാതെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു വട്ടം കറങ്ങി. ഒടുവിൽ എങ്ങനെയൊക്കെയോ പുറത്തേക്കുള്ള ഗേറ്റിനടുത്തേക്ക് എത്തിയപ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റി അത് പൂട്ടിയിട്ട നിലയിലാണ് കാണാൻ സാധിച്ചത്. വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ അവർ ആ കവാടത്തിന്റെ വലിയ ഗേറ്റ് ചാടിക്കടക്കാൻ തുടങ്ങുമ്പോഴേക്കും ചില വിരുദ്ധന്മാരുടെ ഉന്നം അവർക്ക് നേരിടേണ്ടി വന്നിരുന്നു. കണ്ണനും സതീശനും പെട്ടെന്ന് ചാടിക്കടന്നുവെങ്കിലും ഗേറ്റിലെ കൂർത്ത കമ്പികൾ തട്ടി കണ്ണന്റെ ദേഹം മുറിഞ്ഞ് അല്പം രക്തം വാർന്നൊലിച്ചു. സുബ്രുവിനും ബാബുവിനും അവരുടെ ഏറിൽ നെറ്റിയിലും കൈമുട്ടിനുമൊക്കെ കാര്യമായ പരുക്കുകൾ തന്നെ സംഭവിക്കാനിടയായി. അധികം കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ട സതീശൻ അവരെയും കൊണ്ട് അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് മുറിവുകളിലെല്ലാം തൽക്കാലത്തേക്ക് മരുന്ന് വെപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് തന്നെ തിരിച്ചുവിട്ടു. നേരം സന്ധ്യയോടടുത്തിരുന്നു. ആകാശം ചുവന്നു തുടുത്ത് നിൽക്കുന്നതിനിടയിലൂടെ പറവകൾ അവരുടെ കൂടുകളിലേക്ക് പാറി അകലുന്ന കാഴ്ചകളും നോക്കി ഉമ്മറത്ത് തന്നെ ഇരിക്കുകയായിരുന്നു അവൾ. കുഞ്ഞിനെ മടിയിലിരുത്തി കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കല്ലുവിന്റെ മുൻപിലേക്ക് കണ്ണന്റെ ഓട്ടോറിക്ഷ വന്നു നിന്നു. ആ വണ്ടി കണ്ടതും അമ്മയുടെ കൈകളിലിരുന്നുകൊണ്ട് കുഞ്ഞാറ്റയുടെ കുഞ്ഞു ചുണ്ടുകളിൽ ഒരു നേരിയ പുഞ്ചിരി വിടർന്നു വന്നു. കുഞ്ഞിക്കണ്ണുകൾ ഇറുക്കിക്കൊണ്ടവൾ അവിടേക്ക് കൈനീട്ടി കാണിച്ചു. ആ കുഞ്ഞു വിരലുകൾ നീട്ടിയ നേരത്ത് സതീശൻ പതിയെ വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി നിന്നു. അപ്രതീക്ഷിതമായി മുൻസീറ്റിൽ നിന്നും ഇറങ്ങി വന്ന സതീശനെ കണ്ടപ്പോൾ കല്ല് ഇരിക്കുന്നിടത്തെന്നും കുഞ്ഞിനെ എടുത്തുകൊണ്ട് പതിയെ എഴുന്നേറ്റു. കണ്ണേട്ടൻ എവിടെ എന്ന ചോദ്യം ഉയർന്നു വരാൻ തുടങ്ങുന്നതിനു മുൻപേ സതീശൻ പിൻസീറ്റിൽ നിന്നും കണ്ണനെയും പിടിച്ചുകൊണ്ട് മുൻപോട്ട് വരാൻ തുടങ്ങിയിരുന്നു. കണ്ണന്റെ ശരീരത്തിൽ നിന്നും പൊടിഞ്ഞ ചോരക്കറയുടെ പാടുകൾ അവന്റെ ഷർട്ടിലും മുണ്ടിലും വ്യക്തമായി തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടവൾ പരിഭ്രമിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്തു പറ്റി കണ്ണേട്ടാ എന്നവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എന്തു കള്ളം പറഞ്ഞാണ് കല്ലുവിനെ വിശ്വസിപ്പിക്കേണ്ടതെന്നറിയാതെ അവൻ സതീശന്റെ മുഖത്തേക്കൊന്ന് നോക്കി. നീ പേടിക്കേണ്ട, എല്ലാം ഞാൻ ഏറ്റോളാം എന്ന ഭാവത്തിൽ സതീശൻ കണ്ണനോട് ഒരു കള്ളച്ചിരിയോടെ കണ്ണിറുക്കി കാണിച്ചു. പേടിക്കാൻ ഒന്നുമില്ല കല്ലു. വരുന്ന വഴി ഒരു ചെറിയ ആക്സിഡന്റ്. ഒരു വണ്ടിക്കാരൻ കമ്പികളിൽ ലോഡ് കയറ്റി തിരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊന്ന് ബ്രേക്ക് ഇട്ടതാ. അത് ഞങ്ങളുടെ ബൈക്കിലൊന്ന് തട്ടി. കണ്ണനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. അന്നേരം ഒരു ചെറിയ കമ്പി വന്ന് അവന്റെ മേലിലൊന്ന് തട്ടി. അത്രയുള്ളൂ. ഞങ്ങൾ ഉടൻ തന്നെ ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വെച്ച് കിട്ടി. ഇനി പേടിക്കാനൊന്നുമില്ല. അവൻ ആ കള്ളം അവളുടെ മുൻപിൽ ഒരൊഴുക്കോടെ പറഞ്ഞവസാനിപ്പിച്ചു. ആ സമാധാനത്തിൽ സതീശൻ കണ്ണനെ ഒന്ന് നോക്കി. അത്രയും പോരെ എന്ന ഭാവത്തിൽ വീണ്ടും തല കുലുക്കിയവൻ കണ്ണുകൾ കൊണ്ടൊന്ന് ചോദിച്ചു. മതി മതി എന്ന രീതിയിൽ അവൻ കല്ലുവിന്റെ ശ്രദ്ധ വെട്ടിച്ച് സതീശനോട് ചിരിച്ചു കാണിച്ചു. ഇതൊന്നും അറിയാതെ പാവം കല്ലു അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറ്റിയിരുത്തി. കാലുകൾ നീട്ടിവെക്കാനായി തൊട്ടപ്പുറത്തിരുന്ന സ്റ്റൂളെടുത്ത് അവന്റെ മുൻപിലേക്ക് അവൾ വെച്ചു കൊടുത്തു. ഈ സമയം കോലായിലെ തിണ്ണയിൽ പതിയെ ഇരിപ്പുറപ്പിക്കാനായി സതീശൻ ശ്രമം തുടങ്ങുമ്പോഴേക്കും കണ്ണുകൾ തുടച്ചുകൊണ്ടവൾ അവനു നേരെ തിരിഞ്ഞു നിന്നു. സതീശേട്ടാ, ഇനിയെങ്കിലും നിങ്ങളുടെ ഈ കറക്കമൊക്കെ കുറച്ച് ഒഴിവാക്ക്. ഇപ്പോൾ കാര്യമായിട്ടൊന്നും പറ്റിയില്ല. എന്തെങ്കിലും കൂടുതലായി സംഭവിച്ചിരുന്നെങ്കിലോ? എനിക്കും കുഞ്ഞിനും ഈ ഇരിക്കണ കണ്ണേട്ടം മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഒരനിയത്തിയുടെ അപേക്ഷയായിട്ട് ഇതിനെ കണ്ടാൽ മതി. അവൾ യാചനയോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയത് പറഞ്ഞപ്പോൾ ഇരിക്കാനായി തുടങ്ങിയ സതീശൻ പിന്നീട് അതിന് മുതിർന്നില്ല. ഇനിയും കൂടുതൽ സമയം ഇവിടെ നിന്നാലൊരു പക്ഷേ കല്ലുവിന്റെ മുൻപിൽ സത്യം വെളിപ്പെടുത്തേണ്ടി വരുമോ എന്ന ചിന്തയിൽ അവൻ പെട്ടെന്ന് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി. അതിനെന്താ കല്ലു, നിന്നെ ഇന്ന് വരെ ഞാൻ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ. എന്താവശ്യത്തിനും നിനക്കെന്നെ വിളിക്കാം. അതിനൊരു മടിയും നീ കാണിക്കണ്ട. എന്നാ ശരി കണ്ണ, ഞാൻ ഇറങ്ങുവാടാ എന്ന് പറഞ്ഞുകൊണ്ടവൻ അവിടെ നിന്നും വേഗത്തിൽ തടി തപ്പി. സതീശൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ടയുടൻ കല്ലു അകത്തേക്ക് പോകാനായി തുടങ്ങി. കൂട്ടുകാരനെ വേണ്ട രീതിയിൽ സ്വീകരിച്ചില്ലെന്ന ദേഷ്യത്തിൽ കണ്ണൻ അവളോട് കയർക്കാൻ തുടങ്ങി. കല്ലു, ഒന്ന് നിന്നേ. നീ എന്തിനാ അവനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? അവനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. ഞാനതിന് തെറ്റായൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടവൾ കണ്ണന്റെ മുൻപിൽ നിന്നും അകത്തേക്ക് കയറിപ്പോയി. അവന് കുടിക്കാനായി ചൂടോടെ ഒരു കപ്പ് ചായയുമായി അവൾ പുറത്തേക്ക് തന്നെ ഇറങ്ങി വന്നു. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവനത് വാങ്ങി ഒളിക്കണ്ണിട്ടുകൊണ്ട് ഊതി ഊതി കുടിക്കുകയും ചെയ്തു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ അവന്റെ ദേഹമെല്ലാം കല്ലു തുടച്ച് വൃത്തിയാക്കി കൊടുത്തു. മുഷിഞ്ഞ രക്തക്കറ പുരണ്ട ആ വേഷം മാറ്റിയ ശേഷം അവൻ ഒരൽപ്പം ആശ്വാസത്തോടെ അകത്തെ മുറിയിലെ ജനാലക്കരിയിൽ കിടക്കുന്ന കട്ടിലിൽ തല ചായ്ച്ചു കിടന്നു. പെട്ടെന്ന് അവന്റെ കണ്ണുകളുടെ നോട്ടം ജനാലയിലൂടെ പുറത്തേക്ക് നീങ്ങി. അവിടെ പൂത്തു തളിർത്ത് നിൽക്കുന്ന
പൂച്ചെടികൾക്ക് ചുറ്റും വട്ടമിട്ട് പാറിക്കളിക്കുന്ന പല നിറത്തിലുള്ള ചിത്രശലഭങ്ങളും പൂന്തേ നുകരാനായി മനോഹരമായി ചിറകടിച്ച് നൃത്തം ചെയ്യുന്നത് പോലെ ഉയരുകയും താഴുകയും ചെയ്യുന്ന കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ആ മനസ്സ് കുറച്ചുനേരം മറ്റൊരു ചിന്തകൾക്കും അവസരം കൊടുക്കാതെ അതിൽ തന്നെ ലയിച്ചു കിടന്നു. ആ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അവൻ്റെ കണ്ണുകൾ അറിയാതെ ഒരു മയക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. കുറച്ചു നേരത്തിനു ശേഷം മോളെ കല്ലു എന്ന് വിളിച്ചുകൊണ്ട് ആരോ പുറത്തു നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഉണങ്ങിയ തുണികളെല്ലാം മടക്കിയൊതുക്കി വെക്കുന്നതിനിടയിൽ നിന്നും ആ ശബ്ദം കേട്ടിടത്തേക്ക് അവൾ നടന്നു തുടങ്ങി. പെട്ടെന്നാണ് അവളുടെ മുൻപിലേക്ക് വാസുമാമ കിതച്ചുകൊണ്ട് കടന്നു വന്നത്. കുറേ നാളുകൾക്ക് മുൻപ് തന്നോടൊരു വാക്കുപോലും പറയാതെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയ വാസുമാമയെ പ്രതീക്ഷിക്കാത്ത നേരത്ത് മുന്നിൽ കണ്ടപ്പോൾ അവളൊന്ന് അമ്പരന്നു നിന്നു. പക്ഷേ അയാളുടെ മുഖമാകെ വിളറി വെളുത്തതുപോലെയായിരുന്നു. കിതച്ചുകൊണ്ട് അയാൾ എന്തോ പറയാനായി ശ്രമിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. സൈക്കിൾ ഓടിച്ചുകൊണ്ടോടി വന്നതിനാലാണെന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ആ കിതപ്പും മുഖഭാവവുമെല്ലാം. അദ്ദേഹത്തെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ അവൾ പെട്ടെന്ന് തന്നെ ചോദിച്ചു, കുടിക്കാൻ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുക്കട്ടെ വാസുമാമേ? അത് കേട്ടതും അയാൾ വായിലെ ഉമിനീരൽപ്പം ഒന്ന് ഇറക്കിയ ശേഷം തലയിളക്കിക്കൊണ്ട് പറഞ്ഞു, വേണ്ട മോളെ, ഇപ്പോൾ അതിനുള്ള നേരമല്ല. കണ്ണൻ എവിടെ? അവനെവിടെ മോളെ? അയാൾ ചുറ്റിലും കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു. വാസുമാമയുടെ പരിഭ്രമവും കണ്ണേട്ടനെ തിരക്കുള്ള നോട്ടവുമെല്ലാം കണ്ടപ്പോൾ അവൾക്കും എന്തോ പന്തികേടുള്ളതുപോലെ തോന്നിത്തുടങ്ങി. എന്താ എന്താ വാസുമാമേ കാര്യം? കണ്ണേട്ടൻ അകത്ത് കിടന്നുറങ്ങുകയാണല്ലോ. എന്തിനാ വാസുമാമ ഇങ്ങനെ നിന്ന് കിതയ്ക്കുന്നത്? എന്താണെങ്കിലും എന്നോടുകൂടി പറയൂ. അത് അയാൾ എങ്ങനെ പറയണമെന്നറിയാതെ ആദ്യമൊന്ന് മടിച്ചു നിന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ കാര്യം പറഞ്ഞു തുടങ്ങി. മോളെ കല്ലു, കണ്ണനെ അന്വേഷിച്ച് 1-2 പോലീസുകാർ ഇന്നലെ ശ്രീധരന്റെ കടയിൽ വന്നിരുന്നു. ടൗണിലെ ഏതോ ഒരു കോളേജിലെ പയ്യനുമായി അടിപിടി ഉണ്ടാക്കിയെന്നൊക്കെയാ അവര് പറഞ്ഞത്. എന്താ ഏതാ എന്നൊന്നും കൃത്യമായി അവര് പറഞ്ഞില്ല. കേട്ടിടത്തോളം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മോളെ. അവരധികം വൈകാതെ തന്നെ ഇവിടെയും എത്താൻ സാധ്യതയുണ്ട്. അതിനു മുൻപ് കണ്ണനോട് എവിടേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ വേഗം പറയൂ. വാസുമാമയുടെ ആ ഇടറിയ സ്വരത്തിൽ നിന്നും കാര്യത്തിന്റെ ഗൗരവം ഏതാണ്ടൊക്കെ അവൾക്കും മനസ്സിലായി കഴിഞ്ഞു. പെട്ടെന്ന് എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അവൾ ആകെ പകച്ചുപോയി. കണ്ണേട്ട എന്ന് വിളിച്ചുകൊണ്ടവൾ അകത്തെ മുറിയിലേക്ക് പോകാനായി തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് വീടിന്റെ മുറ്റത്തൊരു ജീപ്പ് വന്ന് നിൽക്കുന്നത് പോലൊരു ശബ്ദം അവൾ കേൾക്കാനിടയായി. ആ ശബ്ദം കേട്ട് അവളും വാസുമാമയും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. ആ കാഴ്ച കണ്ട അവരുടെ കണ്ണുകൾ പേടിയോടെ വിടർന്നു വരികയായിരുന്നു.